ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിനെ അദ്ദേഹത്തിൻ്റെ രാമായണ ലേഖന പരമ്പരകളുടെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ജനാധിപത്യത്തെ റദ്ദ് ചെയ്യുന്നതിന് സമാനമായി കാണേണ്ടതുണ്ട്. കാരണം ഡോക്ടർ ശ്യാംകുമാർ യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ മുതൽ E.V. രാമസ്വാമി നായ്ക്കർ മുതൽ ഇന്ത്യയിലെയും ലോകത്തിലെയും ഒട്ടനവധി ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളുടെ തുടർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രബലനാണ് ശ്യാംകുമാർ എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം എല്ലാ കൃതികളും സംസ്കൃതത്തിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ശേഷിയുള്ള, അറിവുള്ള, തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇന്ന് നിലവിലുള്ള ഒട്ടനവധി രാമായണങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കിടയിൽ മൂലകൃതിയെ അവലംബിച്ച് രചനകൾ നടത്താൻ ശേഷിയുള്ള, ദൈക്ഷണികമായ ഉൾക്കാഴ്ചയുള്ള ഒരു ബുദ്ധിജീവിയെ, ഒരു എഴുത്തുകാരനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ജനാധിപത്യവാദികൾ, മതനിരപേക്ഷവാദികൾ അതിനെതിരായി രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാൻ. മതനിരപേക്ഷത എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥയിൽ ആശയാധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്ന, അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരോട്, ആവിഷ്കാരം നടത്തുന്ന വ്യക്തികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ബഹുസംസ്കാര ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള മാനസികവും സാമൂഹികവുമായ പ്രതിബദ്ധതയാണ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് എത്രമാത്രം ആ അർത്ഥത്തിൽ മതനിരപേക്ഷത ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ട സന്ദർഭത്തിലാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിലെ പുരാണ ഇതിഹാസങ്ങളെ, സ്മൃതി പാരമ്പര്യങ്ങളെ എല്ലാം തന്നെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളത്. അതിൽ റിഡൽസ് ഓഫ് ഹിന്ദുയിസം എന്ന കൃതി നമുക്ക് ലഭ്യമാണ്. അത് ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഡോക്ടർ R.S. ഗവായി നമ്മുടെ കേരളത്തിലെ ഗവർണറായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്ര സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള, ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ അംബേദ്കർ ഫൗണ്ടേഷൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ കൃതിയെങ്കിലും വായിച്ചാൽ യഥാർത്ഥത്തിൽ ഡോക്ടർ T.S. ശ്യാംകുമാറിനെതിരായ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളോ മറ്റ് ഭീഷണികളോ ഉണ്ടാവുകയില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ കൃതിയിൽ റിഡിൽസ് ഓഫ് രാമായൺ കൃഷ്ണ എന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അംബേദ്കർ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് ഏത് വായനക്കാരനും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ അംബേദ്കറുടെ പരമ്പരയിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറയിൽ ജീവിക്കുന്ന പ്രബലനായ എഴുത്തുകാരനായ ഡോക്ടർ ശ്യാംകുമാറിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. അത് നിങ്ങളാരും തന്നെ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് പറയുകയും പഴയ മനുവാദ കാലത്തെ പോലെ ദളിതരായിട്ടുള്ള, ആദിവാസികളായിട്ടുള്ള, ഇതര മതക്കാരായിട്ടുള്ള ആളുകളൊന്നും ഇതിലൊന്നും ഇടപെടണ്ട, ഞങ്ങൾ സവർണ ബ്രാഹ്മണരായ ആളുകൾ മാത്രം വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്താൽ മതി, മറ്റുള്ളവർ അഥവാ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ സരസ്വതി വിജയത്തിലൊക്കെ, പോത്തേരിയുടെ സരസ്വതി വിജയത്തിലൊക്കെ കാണുന്നത് പോലെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് എന്ന സൂചനയാണ് വാസ്തവത്തിൽ മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാലോ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് പറയുമ്പോൾ സ്വദേശാഭിമാനി എന്ന പേര് തന്നെ വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ പത്രത്തിന് നൽകിയ പേരാണ്. അതിൽ നിന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉണ്ടായത്. അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് നമ്മൾ ആവേശപൂർവ്വം പറയുമെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത്, ഏത് പത്രത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ നിരന്തരം മറച്ചു വെക്കുകയും ചെയ്യുന്നതിലൂടെ
കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഉണ്ടാകുന്ന ചില ധാരണകൾ കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എവിടെ എഴുതി എന്നതല്ല സംഘപരിവാറിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്, മറിച്ച് എന്തെഴുതി എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ തന്നെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്, അനാവരണം ചെയ്യപ്പെടുന്നത് അസഹനീയമായി അനുഭവപ്പെടുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് മൗലികമായ ഈ തരത്തിലുള്ള ഇടപെടലുകളെ അവർ ഭയപ്പെടുകയാണ്. ഇപ്പോൾ എവിടെ എഴുതി എന്നത് വിഷയം ഞാൻ പറയാൻ കാരണം, ഡോക്ടർ എം എം ബഷീർ, പരിണിതപ്രജ്ഞനായിട്ടുള്ള ഡോക്ടർ എം എം ബഷീർ മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ഇതുപോലെ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട ലേഖന പരമ്പരകൾ എഴുതിയപ്പോൾ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ആ പരമ്പര മാതൃഭൂമി പത്രം നിർത്തുകയും പിന്നീട് ബഷീർ മാഷ് വളരെ വ്യാകുലചത്തനായി അസ്വസ്ഥനായി ഒക്കെ കുറച്ചു കാലമെങ്കിലും ജീവിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പം കേരളവും ഇന്ത്യയും അങ്ങനെയല്ല. നമുക്കറിയാലോ, ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി വന്നപ്പോൾ ഈ മനുവാദവും സ്പർദ്ധയും വിറ്റ് ജീവിക്കാൻ, വിദ്വേഷം വിറ്റ് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വാസ്തവത്തിൽ നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും വളരെ കാലം വിദ്വേഷ കേന്ദ്രിതമായ പ്രചാരണങ്ങളിലൂടെ, വെറുപ്പിൻ്റെ കട തുറന്നു വെച്ചുകൊണ്ട് സംഘപരിവാറിനോ അവരെ പിന്തുണക്കുന്ന ഇത്തരത്തിലുള്ള ഈ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുകൂല ചിന്തകർക്കോ ജാതി മാഹാത്മ്യത്തിൻ്റെ വാലുകൾ തൂക്കിക്കൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് വേണം കരുതാൻ. അതിന് കൃത്യമായിട്ടുള്ള തെളിവായി നമുക്ക് ഈ ഉത്തർപ്രദേശ് പോലുള്ള ഏറ്റവും കൂടുതൽ വെറുപ്പ് വിൽപ്പന നടത്തിയ സ്ഥലത്ത് നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അംബേദ്കർ കൃത്യമായി തന്നെ ഈ റിഡിൽസ് ഓഫ് ഹിന്ദുയിസം തുടങ്ങുന്നത് തന്നെ ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ വായിക്കാൻ വേണ്ടിയാണ്, പ്രത്യേകിച്ച് വായിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എങ്ങനെയാണോ ഈ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം, അങ്ങനെ തന്നെയാണ് അംബേദ്കർ പറയുന്നത്, ഈ ബ്രാഹ്മണിക് തിയോളജി എന്നാണ് പറയുന്നത്. ബ്രാഹ്മണിക് തിയോളജി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണികമായിട്ടുള്ള മതശാസ്ത്രം, ബ്രാഹ്മണികമായ മതശാസ്ത്രം ഇന്ത്യയിലെ ഹിന്ദുക്കളെ എങ്ങനെ അടിമകളാക്കി എന്ന് അവർ സ്വയം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ അംബേദ്കറെ റദ്ദ് ചെയ്യാതെ നിങ്ങൾക്ക് TS ശ്യാംകുമാറിനെ പോലെ ഒരു സാധാരണ മനുഷ്യനെ, സാധാരണ എഴുത്തുകാരനെ, ഒരു സാധാരണ കുടുംബ സാഹചര്യത്തിൽ നിന്ന്, അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അതിനെ വെറും കൈയോടുകൂടി കേരളത്തിലെ സമൂഹം നോക്കി നിൽക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർ അംബേദ്കർ മുതൽ കുമാരനാശാൻ വരെ, കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എഴുതുമ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം സീതയുടെ പക്ഷത്തു നിന്നുണ്ട്. അങ്ങനെ 1, 2, 3 അല്ല, ഇന്ത്യയിലുടനീളം ഒട്ടനവധി ആയിട്ടുള്ള പാഠങ്ങൾ രാമായണത്തെ കേന്ദ്രീകരിച്ച്, മഹാഭാരതത്തെ കേന്ദ്രീകരിച്ച്, മറ്റ് ഇതുപോലുള്ള എപ്പിക്കുകളെ കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, നമ്മൾ പലരും ശ്രദ്ധിച്ചിരിക്കും, ഈ വളരെ കാലമായി മഹാരാഷ്ട്രയിലെ പനസ്വാതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഉത്സവം എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണ്. അടുത്ത കാലത്താണ് അതിൻ്റെ ഒരു വാർത്ത ഹിന്ദു പത്രത്തിൽ വന്നത്, ഫോട്ടോ സഹിതം വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പനസ്വാതി എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ കൂടിച്ചേരുന്ന വലിയ ഉത്സവമാണ്. അതിൽ രാവണാക്കി ജയ് എന്നാണ് അവർ വിളിക്കുന്നത്. അവർ ഈ വൈക്കോലും അതുപോലെ തന്നെ കളിമണ്ണും ഉപയോഗിച്ച് വലിയ ഒരു ആനയെ ഉണ്ടാക്കി, സാധാരണ ഒരു ആനയുടെ വലിപ്പത്തിൽ തന്നെ ആനയെ ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള രാവണൻ്റെയൊക്കെ രൂപങ്ങളും മറ്റും ഉണ്ടാക്കി അവർ ഇതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ഗ്രീക്ക് സാഹിത്യത്തിലൊക്കെ, ഗ്രീക്ക് പുരാണത്തിലൊക്കെ ട്രോജൻ കുതിര എന്ന് പറയുന്നത് പോലെ ഇവിടെ ആനയാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഈ ആനയെ ഉപയോഗിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ നടത്തുന്ന ഈ ഘോഷയാത്രയും അതിലെ പങ്കെടുക്കുന്ന ആഭാലവൃദ്ധം ജനങ്ങളും അവർ രാവണാക്കി ജയ്, മഹാരാജ രാവണാക്കി ജയ് എന്നാണ് വിളിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലും നമുക്കറിയാവുന്നതാണ്. രാവണ ഭക്തിയും രാവണനെ കേന്ദ്രീകരിച്ചുള്ള
വലിയ രീതിയിലുള്ള സാമൂഹിക സാംസ്കാരിക ഇടങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ലോകത്താകമാനം തന്നെ ഇത്തരത്തിലുള്ള പാഠങ്ങൾക്കൊക്കെ തന്നെ ബഹുവിധമായ വായനകളുണ്ട്, ബഹുവിധമായ വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സത്യം പറയുകയാണെങ്കിൽ ടി.എസ്. ശ്യാംകുമാർ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനങ്ങൾ പോലും നൽകിയിട്ടില്ല. മറിച്ച് മൂലകൃതിയിൽ എന്താണോ ഉള്ളത്, വാൽമീകി രാമായണത്തിൽ എന്താണോ ഉള്ളത്, അത് എഴുതുക മാത്രമേ ചെയ്തുള്ളൂ. ഈ എഴുതിയത് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഇതൊന്നും അറിയാറില്ല. കാരണം വീട്ടിയുടെ കൃതികളിലൊക്കെ പറയുന്ന പോലെ സംസ്കൃതജന്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സാധാരണ മനുഷ്യർ വായിക്കാറില്ല. അത് അനുഗ്രഹീതരായ തമ്പുരാക്കന്മാർ മാത്രമാണ് വായിക്കുന്നത്. ആ തമ്പുരാക്കന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് കൂടിയാണ് ടി.എസ്. ശ്യാംകുമാർ കേരളത്തിലെ വായനക്കാർക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം. അതിനെ കൂടി ഭയപ്പെടുന്ന ഒരു സംഘം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അവർ മറ്റ് പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകളെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ശ്രമിച്ചത് കൊണ്ട് വാസ്തവത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം സമാന്തരമായ ഉയർച്ചകൾ, ഉണർവുകൾ ഇന്ത്യയിലുടനീളം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല. കേരളത്തിൽ മാത്രമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പും ഒക്കെ ഈ രീതിയിലേക്ക് മാറില്ല എന്ന് നമുക്കറിയാലോ. പല രീതിയിലുള്ള ഉണർവുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യവാദപരമായിട്ടുള്ള, മതനിരപേക്ഷപരമായിട്ടുള്ള, ജാതി മേൽക്കോയ്മ വിരുദ്ധമായിട്ടുള്ള ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ആദ്യകാല നവോത്ഥാന സന്ദർഭത്തിൽ എന്നതുപോലെ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരെങ്കിലും കുറച്ചു പേർ ഈ രീതിയിൽ ആക്രോശിച്ചത് കൊണ്ടോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ ടി.എസ്. ശ്യാംകുമാർ അല്ലെങ്കിൽ അതുപോലെ പുതിയ തലമുറയിൽ നിന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരോ നിശബ്ദമാകാൻ പോകുന്നില്ല. അവർക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളും എല്ലാ തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരും നൽകിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള എഴുത്തുകൾ എന്നുള്ളത് റദ്ദ് ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പഴയ മനുവാദ കാലത്തെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിലകൊള്ളുന്ന, ആഗ്രഹിക്കുന്ന ഒരു സംഘമാണ്. അവരെയൊക്കെ എന്നോ കാലം തള്ളിയതാണ്. ഇനിയും കാലം വളരെ ദൂരെ അവരെ വലിച്ചെറിയുമെന്ന് നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ത്യയിലായാലും ലോകത്തിലായാലും ഇത്തരത്തിലുള്ള പുതിയ വായനകളുടെയും പുതിയ അപനിർമ്മാണങ്ങളുടെയും കാലത്ത് ഇതുപോലെ ഭീഷണികൾ കൊണ്ടോ ഇതുപോലുള്ള നിലപാടുകൾ കൊണ്ടോ ഒരിക്കലും തന്നെ ഒരു പ്രസ്ഥാനത്തിനും അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് അവിടെ നമ്മൾ മറ്റ് വ്യതിരിക്തതകൾ മറന്നുകൊണ്ട് മറ്റ് വെറുപ്പിൻ്റെ എല്ലാ ഇടങ്ങളെയും പരസ്പരം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിക്കാനുള്ള, ഐക്യപ്പെടാനുള്ള, ടി.എസ്. ശ്യാംകുമാറിന് പിന്തുണ നൽകാനുള്ള സന്നദ്ധതയാണ് ഉണ്ടാക്കുന്നത്. അത് ടി.എസ്. ശ്യാംകുമാറിന് മാത്രമുള്ള ഒരു പിന്തുണയായിരിക്കില്ല, മറിച്ച് മതനിരപേക്ഷ ജനാധിപത്യ ബഹുസ്വര ഇന്ത്യക്കും കേരളത്തിനും വേണ്ടിയുള്ള പിന്തുണയായിരിക്കും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.